തിരഞ്ഞെടുപ്പിന് പിന്നാലെ തുടങ്ങിവെച്ച വിമർശനങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. സംവരണത്തിൽ വീണ്ടും വർഗീയ പ്രസ്താവനയാണ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ഇടതു വലതു മുന്നണികൾക്കെതിരെ തിരിഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ തന്റെ നിലപാടുകൾ കടുപ്പിക്കുകയാണ് യോഗനാഥത്തിന്റെ ഏറ്റവും പുതിയ ലക്കത്തിന്റെ മുഖപ്രസംഗത്തിൽ. കേരളത്തിലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്നതിന്റെ പേരിൽ രക്തസാക്ഷിയാകാനും തയ്യാറാണെന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയത്. മധ്യ കേരളത്തിൽ ക്രൈസ്തവരും വടക്കൻ കേരളത്തിൽ മുസ്ലിങ്ങളും ചേർന്ന് പൊതുസമ്പത്തുകൾ വെട്ടിപ്പിടിച്ചു എന്നുള്ള വിവാദപരമായ പ്രസ്താവനകളാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുന്നത്. ഇടത് വലതു മുന്നണികൾ അതിരുവിട്ട മുസ്ലിം പ്രീണനം നടത്തുകയാണെന്ന വിമർശനവും വെള്ളാപ്പള്ളി SNDP മുഖമാസികയായ യോഗനാഥത്തിന്റെ എഡിറ്റോറിയലിൽ ആവർത്തിച്ചു. കേരളത്തിലുള്ള 9 രാജ്യസഭാ സീറ്റുകളിൽ 5ലും മുസ്ലിങ്ങൾ. ജനസംഖ്യയുടെ പകുതിയിലേറെയുള്ള ഹിന്ദുക്കൾക്ക് 2 സീറ്റാണ് നൽകിയത്. മതവിവേചനവും മതവിദ്വേഷവും തിരിച്ചറിഞ്ഞ ക്രിസ്ത്യാനികളാണ് തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതെന്നും ലേഖനത്തിൽ വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടുന്നു. അപ്രിയ സത്യങ്ങൾ പറയുന്നവരെ വെല്ലുവിളിച്ചാൽ വില പോവില്ല. തിണ്ണമിടുക്ക് കാണിച്ച് ഭയപ്പെടുത്താൻ നോക്കിയാൽ കീഴടങ്ങില്ല എന്നും വെള്ളാപ്പള്ളി പറയുന്നു. ഒഴിവ് വന്ന 3 രാജ്യസഭാ സീറ്റുകളിലേക്ക് LDFും UDFും 2 മുസ്ലിങ്ങളെയും 1 ക്രിസ്ത്യാനിയെയും നാമനിർദ്ദേശം ചെയ്ത കാര്യം താൻ വിളിച്ചു പറഞ്ഞതിനെ പാതകമായി ചിത്രീകരിക്കുകയാണെന്ന് ലേഖനത്തിൽ വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെ നിശ്ചയിക്കുമ്പോഴും ഇരു മുന്നണികളുടെയും മുൻഗണന മതത്തിനാണെന്നും ഹൈന്ദവ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ വരെ ന്യൂനപക്ഷങ്ങളെ സ്ഥാനാർത്ഥികളാക്കുമ്പോൾ മലപ്പുറത്തും കോട്ടയത്തും മറിച്ചു ചിന്തിക്കാൻ ഇടതു വലതു മുന്നണികൾക്ക് ധൈര്യമില്ലെന്നുമാണ് SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ വിമർശനം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തുടക്കം മുതൽ പാർട്ടിക്കൊപ്പം പാറ പോലെ ഉറച്ചു നിന്ന പിന്നാക്ക പട്ടിക വിഭാഗ സമൂഹത്തിന്റെ വിശ്വാസത്തെ CPMും CPIയും ന്യൂനപക്ഷ പ്രീണനത്തിനായി ബലി കഴിച്ചു. തനിക്കെതിരെ കേസെടുക്കുമെന്നും ജയിലിൽ അടയ്ക്കുമെന്നും പറഞ്ഞ മുസ്ലിം നേതാക്കൾ സ്വന്തം മതക്കാരുടെ അനീതികൾക്കെതിരെ സൗമ്യ നിലപാടാണ് സ്വീകരിച്ചതെന്നും വെള്ളാപ്പള്ളി പറയുന്നു. തന്നെ ക്രൂശിക്കാൻ വരുന്നവർ തൃശൂരിലെ സുരേഷ് ഗോപിയുടെ ജയം എങ്ങനെയെന്ന് കാണണം. ഇരു മുന്നണികളുടെയും മുസ്ലിം പ്രീണനവും മുസ്ലിം ലീഗിന്റെയും കുറെ മുസ്ലിം സംഘടനകളുടെയും അഹങ്കാരവും കടന്നുകയറ്റവും സഹിക്കാനാവാതെ വന്നപ്പോൾ ക്രൈസ്തവർ BJPയെ രക്ഷകരായി കണ്ടെന്നാണ് വെള്ളാപ്പള്ളിയുടെ നിരീക്ഷണം. മറ്റ് മതസ്ഥരിലെ മനസ്സുകളിലെ മാറ്റം തിരിച്ചറിഞ്ഞ് നിലപാടുകൾ പരിഷ്കരിക്കാൻ മുസ്ലിം ലീഗിന്റെയും മുസ്ലിം സമുദായങ്ങളുടെയും നേതൃത്വം ഇനിയെങ്കിലും ചിന്തിക്കണമെന്നും ലേഖനത്തിൽ SNDP യോഗം നേതാവ് ആവശ്യപ്പെടുന്നു. എറണാകുളത്ത് KJ ഷൈനിനെയും മലപ്പുറത്ത് വസീഫിനെയും കോട്ടയത്ത് ചാഴിക്കാടിനെയും LDF മത്സരിപ്പിച്ചു. ഹിന്ദു ഭൂരിപക്ഷമുള്ള ആലപ്പുഴയിൽ ആരിഫിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ മാത്രമാണ് ഇടതുപക്ഷത്തിന് മതേതരത്വമെന്നും വെള്ളാപ്പള്ളി നടേശൻ പരിഹസിച്ചു. സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്തുവാൻ വെല്ലുവിളിക്കുന്നു. സർവേ നടത്തിയാൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ വ്യക്തമാണെന്ന് മനസ്സിലാകുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കേരളത്തിലെ ഹൈന്ദവ പിന്നാക്ക വിഭാഗങ്ങൾ നേരിടുന്ന അസമത്വം വ്യക്തമാക്കാൻ സാമ്പത്തിക സർവേ നടത്തണമെന്ന ആവശ്യം കൂടി മുന്നോട്ട് വെച്ചാണ് വെള്ളാപ്പള്ളി ലേഖനം അവസാനിപ്പിക്കുന്നത്. നേരത്തെ കേരളത്തിലെ ന്യൂനപക്ഷ വോട്ട് UDFിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള ആവേശത്തിൽ LDF പിന്നാക്ക വിഭാഗങ്ങളെ അവഗണിച്ചെന്ന് വെള്ളാപ്പള്ളി കേരള കൗമുദിയിൽ എഴുതിയ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. രാജ്യസഭാ സീറ്റുകൾ വീതം വെച്ചതിൽ LDFും UDFും ന്യൂനപക്ഷ പ്രീണനം നടത്തിയെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായാണ് പുതിയ ലേഖനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഇതിന് പിന്നാലെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശത്തിന് മറുപടിയുമായി സമസ്ത നേതാവ് സത്താർ പന്തലൂർ രംഗത്ത് വന്നിട്ടുണ്ട്. കണക്ക് പറയുമ്പോൾ എല്ലാം പറയണമെന്ന് സത്താർ പന്തലൂർ ഫേസ്ബുക്കിൽ കുറിച്ചു. കേന്ദ്ര ക്യാബിനറ്റിൽ 0-ഉം പാർലമെന്റിൽ നാമമാത്രവും പ്രാതിനിധ്യമാണ് മുസ്ലിങ്ങൾക്കുള്ളത്. കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗങ്ങളെ സമുദായം തിരിച്ച് എണ്ണാൻ തയ്യാറുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. രാജ്യസഭാ MPമാരിൽ 9-ൽ 5 മുസ്ലിങ്ങളാണെന്ന യുക്തി ഉന്നയിച്ച് ചിലർ രംഗത്ത് വരുന്നു. രാജ്യസഭയിലെയും ലോക്സഭയിലെയും ആകെ മുസ്ലിങ്ങളുടെ എണ്ണം പരിശോധിക്കാൻ ഇവർ തയ്യാറുണ്ടോ? ഈഴവരും പട്ടികജാതി വിഭാഗങ്ങളിലുള്ള എല്ലാവർക്കും അർഹമായ പങ്കാളിത്തം ലഭിക്കണമെന്നും സത്താർ പന്തലൂർ ഫേസ്ബുക്കിൽ കുറിച്ചു.